സോ ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹെൽത്ത് കെയർ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഓഫ് ഹെൽത്ത് കെയർ അറ്റ് വേരിയസ് ലെവൽസ് എന്ന ഒരു ചാപ്റ്ററാണ്. ഇതിനകത്ത് പൊതുവെ എല്ലാവർക്കും ഏറ്റവും ടഫായിട്ട് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് 5 ഇയർ പ്ലാൻ. അപ്പം 5 ഇയർ പ്ലാൻ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും 5 വർഷത്തെ പ്ലാൻ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ അല്ല, ഇൻ ടോട്ടൽ ഇതുവരെയായിട്ടും 12 5 ഇയർ പ്ലാൻസ് ആണുള്ളത്. അപ്പം 12 തവണയും നമ്മൾ ഹെൽത്ത് കെയറിലും അതേപോലെ തന്നെ പൊതുവെ എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, സോ ഇത് നമുക്ക് ഓരോരോ സെഷനായിട്ട് പഠിക്കാം. ഇതിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാനാണ്. ഇതിനു വേണ്ടി നമുക്ക് ഒരു കഥ ആലോചിച്ച് വയ്ക്കാം. അപ്പം മൈബൂസ് സിനിമയിൽ ഫുൾ മൈബൂസ് സിനിമ കണ്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് കത്ത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ചതല്ല. 5 ഇയർ പ്ലാൻ പഠിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് കിട്ടിയ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, അല്ല ഞാൻ ആയിട്ട് ഉണ്ടാക്കിയതല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ 5 ഇയർ പ്ലാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1951. അപ്പോൾ ഒരു 5 വർഷം നിന്നു. അപ്പോൾ 1956 വരെയാണ് 5 ഇയർ പ്ലാൻ നിന്നത്. സോ മൈബൂസ് സിനിമയ്ക്കകത്ത് ആ ഒരു നമ്മുടെ ദിലീപിൻ്റെ അച്ഛൻ ആ ഒരു നാട്ടിലെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളാണ് അല്ലേ. അപ്പം ഇദ്ദേഹത്തിന് നമുക്ക് രാജാവ് എന്ന പദവി കൊടുക്കാം. മോനാണെങ്കിൽ മോൻ്റെ പേര് ദാമു. അപ്പം അച്ഛൻ എന്ന് പറയുന്ന ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ റിച്ചായിട്ടുള്ള ആളാണ്. അവർ ഭയങ്കര രാമഭക്തരാണ്. ഓക്കെ, ഈ ടേംസ് ഒക്കെ ആലോചിക്കുക. അവർ ഭയങ്കര രാമഭക്തരാണ്. അതേസമയം ഈ അച്ഛൻ ആ കഥയ്ക്കകത്ത് എങ്ങനെയായിരുന്നു? ഭയങ്കര കൃഷിക്കാരനായിരുന്നു. കൃഷിയിലാണ് കൂടുതലും പൈസ ചിലവാക്കിയത്. പിന്നെ പുറത്തു നിന്ന് സാധനങ്ങൾ അകത്തോട്ട് മേടിക്കുന്നതിനൊന്നും ഇദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. പ്രധാനമായിട്ടും കൃഷി ആ ഒരു മേഖലയാണ്. അതേസമയം മകനായ ദാമുവിൻ്റെ ഇഷ്ടം പുറത്ത് വിദേശത്ത് പോകണമെന്നും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ IITകളിൽ പഠിക്കണമെന്നുമായിരുന്നു ദാമുവിൻ്റെ ഇഷ്ടം അല്ലേ. ദിലീപിനും പുറത്ത് രാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്നാണ് ഇഷ്ടം. അപ്പോൾ ഇതേപോലെ നമ്മുടെ ദാമുവും വെളി രാജ്യത്ത് പോയി അവിടെ കുറേ പൈസയൊക്കെ സമ്പാദിച്ച് അവൻ്റെ സ്റ്റാറ്റസ് തന്നെ മാറി. ഇനി പൈസ ഒരുപാട് കിട്ടിയോണ്ട് തന്നെ നാട്ടിലത്തെ ഡെവലപ്മെൻ്റൽ പ്രോഗ്രാംസിന് കുറേ പൈസ അദ്ദേഹം ചിലവാക്കി. കൂടാതെ തന്നെ സ്റ്റാറ്റസ് മാറിയോണ്ട് അച്ഛനും അമ്മയും കൊണ്ട് വിദേശ യാത്രയെല്ലാം ഫ്ലൈറ്റ് യാത്രയെല്ലാം ദാമു നടത്തി. ഇതാണ് നമ്മുടെ ഓവറോൾ കഥ. മൈബൂസ് സിനിമയിലെ കുറേയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. നോക്കാം. രാജാവ് എന്ന് പറയുമ്പോൾ KN രാജ്. അദ്ദേഹത്തിൻ്റെ പേര് മറക്കരുത്, KN രാജ്. അടുത്തത്, ഇവർ തോട്ടത്തിലായിരുന്നു പണി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തോട്ടപ്പള്ളി സ്പിൽവേ കൊണ്ടുവന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ സമയത്താണ്. തോട്ടപ്പള്ളി സ്പിൽവേ കൊണ്ടുവന്നത്. ഇനി അടുത്തത് ദാമു ആണ് നമ്മുടെ പയ്യൻ. അപ്പം ദാമോദർ വാലി പ്രോജക്റ്റ്. ഇനി അവർ ഭയങ്കര രാമഭക്തരായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഗവർണറിൻ്റെ പേരായിരുന്നു B രാമറാവു. ഓക്കെ, ഇനി അവർ ഭയങ്കര ഭക്തരായിരുന്നു എന്ന് പറഞ്ഞു. രാമഭക്തരായിരുന്നു. രാമാണ് നമ്മുടെ B രാമറാവു. ഇനി ഭക്തരായിരുന്നു എന്ന് പറയുന്നതാണ് ഭക്രാനങ്കൽ ഡാം. ഓക്കെ, ഈ ഭക്രാനങ്കൽ ഡാം അതിനെ കൊണ്ടുവന്നത് എപ്പോഴായിരുന്നു? ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ്. ഇനി ഇവൻ്റെ എയിം എന്തായിരുന്നു? യൂണിവേഴ്സിറ്റിയിൽ പോയി അതേപോലെ തന്നെ അവിടുത്തെ IITയിൽ പഠിക്കണമെന്ന് എയിമായിരുന്നു. അപ്പം എയിംസ് കൊണ്ടുവന്നത് ഈ സമയത്താണ്. കൂടാതെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഈ സമയത്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇനി അവിടെ ചെന്നു. അവിടെ എവിടെയാണ് പഠിച്ചത്? IITയിൽ. ഏകദേശം 5 IITകളോളം വന്നത് ഈ സമയത്താണ്. ഇനി അവൻ്റെ സ്റ്റാറ്റസ് തന്നെ മാറി. എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാം കൊണ്ടുവന്നത് ഈ സമയത്താണ്. ഇനി ഇവൻ കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തി. എന്തൊക്കെയാണ്? ഒന്ന്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റൽ പ്രോഗ്രാം നടത്തി, നാഷണൽ ഡെവലപ്മെൻ്റൽ പ്രോഗ്രാം നടത്തി. നാഷണൽ ഡെവലപ്മെൻ്റൽ പ്രോഗ്രാം നടത്തി. ഇനി എല്ലാവർക്കും അവൻ ആരെയുമായി? ഹീറോ ആയി മാറി. ഇപ്പം ഹെറോൾഡ് ഡോമർ മോഡൽ കൊണ്ടുവന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ്. അവൻ എവിടെ പോയി? കുറേ ടൂറ് പോയി. അപ്പം മേട്ടൂർ ഡാം
ഇനി കുറേ ഫ്ലൈറ്റ് യാത്ര നടത്തി വ്യോമ ഗതാഗതം കൂടുതൽ ഒരു പ്രാവീണ്യം വന്നൊരു സമയം അതാണ്. ഇനി ആരെ കൂടെ കൊണ്ടുപോയി? കുടുംബത്തിനെ കൊണ്ടുപോയി. കുടുംബാസൂത്രണം ഇംപ്ലിമെൻ്റ് ഒക്കെ ചെയ്തത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ്. ഇനി ട്രിക്കിലില്ലാത്ത ഒരു 2 കാര്യം എന്ന് വെച്ചാൽ ഇത് കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി അച്ഛൻ എന്തായിരുന്നു ജോലി? ഫാമിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ മെയിൻലി അവർ ഫോക്കസ് ചെയ്തത് അഗ്രികൾച്ചറൽ പേർപ്പസിന് വേണ്ടിയാണ്. ആൻഡ് എക്സ്പോർട്ട് ചെയ്യുന്നതിനോടൊന്നും അല്ലെങ്കിൽ മീൻസ് ഇങ്ങോട്ട് എടുക്കുന്നതിനോട് അവർക്ക് കൂടുതൽ താല്പര്യമില്ല. മാക്സിമം ഇൻകം ഉള്ള പൈസ അഗ്രികൾച്ചറിലൂടെ നേടിയെടുക്കണം എന്നായിരുന്നു ഫസ്റ്റ് 5 ഇയറിൻ്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു 5 ഇയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലൊരു പരീക്ഷയ്ക്ക് പഠിക്കും, ഇന്ന മാർക്ക് നേടണം എന്ന ലക്ഷ്യത്തിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ലക്ഷ്യം അറ്റ്ലീസ്റ്റ് ഒരു 2.1% എങ്കിലും ഇൻക്രീസ് ഉണ്ടാക്കണം, നമ്മുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് ഒന്ന് കൂട്ടണം. ആ 2.1 ആഗ്രഹിച്ചപ്പോൾ നമുക്ക് 3.6%ഓളമാണ് കൂടുതൽ കിട്ടിയത്. അപ്പം മെയിനായിട്ട് ഫസ്റ്റ് ഇയർ പ്ലാൻ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം രാജാവ് KN രാജ്, പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേ, ദെൻ നമ്മുടെ ദാമു. അപ്പം ദാമോദർ വാലി പ്രോജക്റ്റ്. ഇതിൻ്റെ മെയിനായിട്ട് ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഫാമിങ്, വാട്ടർ, ഇലക്ട്രിസിറ്റി. മീൻസ് ഫാമിങ് വേണമെങ്കിൽ വാട്ടർ ഒഴിക്കണം, പിന്നെ രാത്രിയൊക്കെ നമ്മൾ അവിടെ പോയി നോക്കുന്നെങ്കിൽ അതിന് ഇലക്ട്രിസിറ്റിയും വേണം. ആലോചിക്കുക. പിന്നെ അപ്പോഴത്തെ ഗവർണറായിരുന്നു വി രാമറാവു. ഭയങ്കര ഭക്തരായിരുന്നു. അപ്പോൾ ഭക്രാനങ്കൽ ഡാം കൊണ്ടുവന്നു. ഇനി അവരുടെ എയിം എന്തായിരുന്നു? എയിംസ് കുറേ കൊണ്ടുവന്നു. എയിംസ് ആദ്യമായിട്ട് നിലവിൽ വന്നു. പിന്നെ 5 IITകളോളം വന്നു. പിന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC വന്നപ്പോഴാണ്. പിന്നെ കുറേ വ്യോമഗതാഗതത്തിന്, പിന്നെ കുടുംബാസൂത്രണം, ഹെറോൾഡ് ഡോമർ മോഡൽ കൊണ്ടുവന്നു, മേട്ടൂർ ഡാം. അപ്പം 2.1% ആഗ്രഹിച്ചെടുത്ത് 3.6%ഓളം ഇൻക്രീസാണ് അവിടെ വന്നത്. പിന്നെ നമുക്ക് കുറേയൊക്കെ ടേംസ് ഫാമിങ്ങുമായിട്ട് പറയാം. ഇപ്പം തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ കൂടുതലും ഫാമേഴ്സിന് കൂടുതൽ ക്രോപ്പ് ഈൽഡ് ചെയ്യാനായിട്ട് പറ്റണം. ലാൻഡ്ലെസ് ആയിട്ടുള്ള ഫാമേഴ്സിന് കുറച്ച് ലാൻഡ് കിട്ടണം. പിന്നെ പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യണം. മീൻസ് മെയിൻലി ഫുഡ് അല്ലെങ്കിൽ ഫാമിങ്ങിലൂടെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അവിടെ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ തീർന്നു. രണ്ടാമത്തെയാണ് 2 ഇയർ പ്ലാൻ. 2 എന്ന് പറയുമ്പം 2 ഷൂ ആയിട്ട് ബന്ധപ്പെട്ടു. അപ്പം എന്തോ ഷൂ ഈ അങ്ങനെ ആലോചിക്കുക. ഷൂസ് എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇൻഡസ്ട്രിയിലാണ്. അപ്പം ഈ പീരീഡ് കൂടുതലും ഇൻഡസ്ട്രിയലൈസേഷനാണ് ഫോക്കസ് ചെയ്തത്. ഇനി ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എവിടെ നിർത്തി? 1956 നിർത്തിയെങ്കിൽ അതിന് ശേഷമുള്ള 5 വർഷമാണ് നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ വരുന്നത്. ഓക്കെ, 1956 മുതൽ 61 വരെയായിരുന്നു നമ്മുടെ സെക്കൻഡ് ഇയർ പ്ലാൻ നിലവിൽ വന്നത്. ഇനി നമ്മൾ ഷൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഇൻഡസ്ട്രീസിനാണ് ഫോക്കസ് ചെയ്ത് ഇൻഡസ്ട്രിയലൈസേഷൻ. രണ്ടാമത്തത് ഈ എവിടെയെങ്കിലും നമ്മൾ സിനിമയെ കാണുന്ന സമയത്ത് ഇടി അടി അങ്ങനെ കുറേ സീനല്ലേ, ഷൂസ് കൊണ്ടൊരു നായകൻ വന്ന് വില്ലൻ്റെ നെഞ്ചിൽ അടിക്കുന്നു, അങ്ങനത്തെ ഒരു സീൻ. അപ്പം അവിടെ പഞ്ച് ചെയ്യുമ്പം തിരിച്ചവൻ ഡിഫെൻസ് ചെയ്യും അല്ലേ. ഷൂസ് എന്ന് ആലോചിക്കുമ്പം അങ്ങനെ പഞ്ച് ചെയ്യുന്ന കാര്യം ഡിഫെൻസും ആലോചിക്കാം. പഞ്ച് ഫോർ പഞ്ചായത്ത്. അപ്പം ഈ സമയത്താണ് നമ്മുടെ പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നത്. പിന്നെ ഡിഫെൻസ് ആണെങ്കിൽ ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഓർഗനൈസേഷൻ കൊണ്ടുവന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാനിലായിരുന്നു. എപ്പോഴാണ്? 1956 മുതൽ 1961 വരെയുള്ള സമയത്ത്. ഇനി ത്രിബല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നത് ഇപ്പോഴാണ്. അപ്പം എന്നിട്ട് നമ്മൾ നായകൻ പറയും ടാറ്റ ഞാൻ പോകുന്നെന്ന് പറയൂലേ. അപ്പം വന്നു പഞ്ച് ചെയ്യുന്നു, തിരിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു, ഞാൻ പോകുന്നു ടാറ്റ. അപ്പം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് കൊണ്ടുവന്നത് ഈ സമയത്താണ്. ഇനി നമ്മളിപ്പം ഷൂസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? റോഡിലൂടെ നടക്കാനാണ് ഉപയോഗിക്കുന്നത്. സോ ദേശീയ പാത നിയമം വന്നത് ഇതേ പീരീഡിലാണ്. ഇനി അങ്ങനെ ഈ ഒരു സീനെല്ലാം നമ്മൾ കണ്ടത് എവിടെ വെച്ചിട്ടാണ്? TV-യിൽ വെച്ചിട്ടാണ്. സോ ടെലിവിഷൻ സംരക്ഷണം നിയമം കൊണ്ടുവന്നത് ഈ പീരീഡിലാണ്.
ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM-ലും വന്നു. ഓക്കെ. പിന്നെ നമ്മളിപ്പം പൊതുവേ ഷൂസ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാറുണ്ടോ? ഇല്ല, അമ്പലത്തിൽ കയറാറില്ല, പ്രത്യേകിച്ച് ദുർഗാ ക്ഷേത്രത്തിൽ കയറാറില്ല. പിന്നെ അതേപോലെ അപ്പം നമുക്ക് പറയാം ഭിലായി, ദുർഗാപൂർ. അപ്പം ഷൂസ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ അത് വിശ്വാസികൾക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ദുർഗാദേവി ഷൂസ് എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ദുർഗാപൂർ ആലോചിക്കുക. പിന്നെ റൗർക്കീല ഷൂസിൻ്റെ ഒരു അപ്പം കെല അല്ലെങ്കിൽ ഒരു കല എന്ന് ആലോചിച്ചാൽ മതി. കല, ഷൂസ് ഉണ്ടാക്കാൻ ഒരു കല വേണം. പിന്നെ അടുത്തയാണ് നമ്മളിപ്പോൾ ഷൂസിന് നമ്മൾ പറയില്ല എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടോ ഈ ഷൂസിന്? അപ്പം ഗ്യാരണ്ടി തരുന്ന വേറൊരു സാധനമാണ് ലൈഫിനൊരു ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിക്കൂലേ? ഷൂസിനൊരു ഗ്യാരണ്ടി ഉണ്ടോ, ലൈഫിനൊരു ഗ്യാരണ്ടി ഉണ്ടോ? അപ്പം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഈ സമയത്താണ്. ആൻഡ് ഇവിടുത്തെ വളർച്ച 4.5% നമ്മൾ പ്രതീക്ഷയെങ്കിലും നമുക്ക് കിട്ടിയത് 4.27%. സോ സിന്ധു നദി ജല തർക്കമൊക്കെ വന്നത് ഈ ഒരു പീരീഡിലാണ്. അപ്പം ഷൂസ് എന്ന് പറയുന്ന ടേം ആലോചിക്കുമ്പോൾ സെക്കൻഡ് 5 ഇയർ എന്ന് പറയുമ്പോൾ 2 ഫോർ ഷൂസിനകത്ത് 1956 മുതൽ 1961 വരെയുള്ള പീരീഡിലാണ്. സോ നായകനുണ്ട്, നായകൻ വന്ന് പഞ്ച് ചെയ്യുന്നു, ടാറ്റ പറഞ്ഞ് പോകുന്നു. സോ പഞ്ചായത്തിൻ്റെ കാര്യം പറയണം. രണ്ടാമത്തത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഓർഗനൈസേഷൻ, ടാറ്റ പറഞ്ഞു പോയി. ഇപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇപ്പോൾ തന്നെ 3 കിട്ടി. അപ്പം ഒന്ന് പഞ്ചായത്ത്, പിന്നെ രണ്ടാമത്തത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇതിൽ മെയിനായിട്ട് സെക്കൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന വാക്ക് ഓർക്കണം. പിന്നെ നമ്മൾ എങ്ങനെയാണ് നടന്നു പോയതാണ്. പിന്നെ കുറേ TV പരിപാടികളൊക്കെ കണ്ടു, അല്ലെങ്കിൽ TVയിലൂടെയാണ് നമ്മളിത് കണ്ടത്. അപ്പം കൂടുതലും ടെലിവിഷൻ സംരക്ഷണമൊക്കെ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി അമ്പലത്തിൽ പോകുന്നത് ദുർഗാപൂരിൽ ആൻഡ് റൗർക്കീല ആൻഡ് ഭിലായി, ഈ കാര്യം ഇതാലോചിക്കാം. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് വന്നത് ആൻഡ് പിന്നെ LIC ലൈഫ് ഇൻഷുറൻസ് ആൻഡ് വളർച്ച 4.5% പ്രതീക്ഷയെടുത്ത് 4.27% കിട്ടിയത്. ഓക്കെ. ഇത്രയാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഓർക്കേണ്ട കാര്യങ്ങൾ. ആണ് തേർഡ് 5 ഇയർ പ്ലാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1961 സെക്കൻഡ് 5 ഇയർ പ്ലാൻ നിന്നതെങ്കിൽ 1961 മുതൽ 1966 വരെയുള്ള പീരീഡാണ് തേർഡ് 5 ഇയർ പ്ലാൻ വന്നത്. ഇനി 3 എന്ന് പറയുമ്പോൾ നമുക്ക് ട്രീയുമായിട്ട് ഉപമിക്കാം. 3 ഫോർ ട്രീ. ഇനി ട്രീയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ചക്ക കിട്ടും. ചക്ക എന്ന് പറയുന്നത് ഒരു ഭക്ഷ്യ വസ്തുവാണ്. അപ്പം സ്വയ പര്യാപ്തത നേടാനായിട്ട് ശ്രമിച്ചു. ഇനി നമുക്കിപ്പം മരം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമല്ലേ, ഫിനാൻസ് കിട്ടും. അപ്പം നമ്മുടെ സമ്പദ്ഘടനയെ ഉയർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം ഇവിടെ ശ്രമിക്കുകയാണ്. ഇനി അടുത്തത് ഇപ്പം തന്നെ നമ്മൾ ഈ പറക്കും തളിക സിനിമയ്ക്കകത്ത് അതിനകത്ത് പറയുള്ളൂ ബൊക്കാറോ ചിന്നക്കുട്ടി, അതൊന്ന് ആലോചിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മരത്തിനകത്ത് കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്ലവേഴ്സിൽ നിന്നാണ് ബൊക്കെ ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ ആലോചിക്കാം. ബൊക്കാരോ ഇരുമ്പുറക്കുശാല വന്നത് ഈ ഒരു പീരീഡിലാണ്. ദെൻ നമുക്ക് മരത്തിൽ നിന്നാണ് മരത്തിൻ്റെ പൾപ്പിൽ നിന്നാണ് പേപ്പർ ഉണ്ടാകുന്നത്. ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബുക്ക് എന്താ? NCERT ടെക്സ്റ്റ് ബുക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, NCERT. അപ്പോൾ NCERT വന്നത് ഈ ഒരു പീരീഡിലാണ്. ദെൻ ദേശീയ ക്ഷീരവികസന വകുപ്പ്. അപ്പം നമ്മുടെ ഇപ്പം തന്നെ മൃഗത്തിനെ കെട്ടിയിട്ടിരിക്കുന്നത് ഒരു മരത്തിലാണ്. അപ്പം ആ മൃഗത്തിൽ നിന്ന് നമുക്ക് പാലെടുക്കാമെന്ന് ചിന്തിക്കാം. ദെൻ അടുത്തയാണ് മരം എന്ന് പറയുമ്പോൾ കുറേ പച്ചപ്പാണ്. ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്ന ഈ ഒരു സമയത്താണ്. ഹു ഈസ് നോട്ട് എസ് എ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? MS സ്വാമിനാഥൻ. അദ്ദേഹമാണ് ഫാദർ എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു പീരീഡിൽ അവർ കൂടുതലും ഫോക്കസ് ചെയ്തത് വീറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ്. സോ ഇത്രയാണ് ആദ്യത്തെ ഒരു ഫേസിൻ്റെ കാര്യം പറയാം. അവർ കൂടുതൽ ശ്രമിച്ചത് കൂടുതൽ ഫിനാൻഷ്യൽ ഇൻകം കൂട്ടാനായിട്ട് അവർ നോക്കി. പിന്നെ NCERTയുടെ
NCERT പബ്ലിഷ് ചെയ്ത ഈ ഒരു സമയത്താണ്. ബൊക്കാരോ, ഇരുമ്പുറക്കുശാല, ദെൻ വികസനം കൂടാൻ ശ്രമിച്ചു. ദെൻ ഗ്രീൻ റെവല്യൂഷൻ, MS സ്വാമിനാഥൻ. ദെൻ ബീറ്റിൻ്റെ പ്രൊഡക്ഷനാണ് അവർ കൂടുതലും ശ്രമിച്ചത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻസ് കൂട്ടി, പിന്നെ ഫുഡിൻ്റെ കാര്യം, പിന്നെ പോവേർട്ടി ഇറാഡിക്കേഷനൊക്കെ അവർ കുറച്ചൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും ഇവിടെ വില്ലനായിട്ട് വന്ന മെയിൻ പ്രശ്നമാണ് ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ വാറും ഇന്ത്യ ചൈന വാറും. ഓക്കെ, ഈ ഒരു സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ വാറും ഇന്ത്യ ചൈന വാറും വന്നുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന 5 ഇയർ പ്ലാൻസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു ഡിക്ലൈൻ, ഒരു ക്രൈസിസ് വന്നത് ഈ ഒരു പീരീഡിലാണ്, 3rd 5 ഇയർ പ്ലാനിൽ. അപ്പം ഇന്ത്യ ചൈന വാർ നമുക്ക് ഓർക്കാൻ വേണ്ടി ചൈന എന്ന് വെച്ചാൽ ചേന, അപ്പം അതൊരു കൈൻഡ് ഓഫ് എ പ്ലാന്റ് അല്ലേ, അങ്ങനെ ആലോചിക്കാം. ഇന്ത്യ ചൈന വാർ. പിന്നെ പാക്ക് നമുക്ക് കിട്ടും, അതും ഒരു ചെടി പ്ലാൻ റിലേറ്റഡ് ആണ്. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ വാർ അതാലോചിക്കാം. പിന്നെ അവിടെ കഠിനമായിട്ടുള്ള വരൾച്ച സംഭവിച്ച്, അങ്ങനെ വരൾച്ച എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കൂടുതലായി എഫക്റ്റ് ചെയ്യുന്ന എന്താണ്, ട്രീസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം മരം, വരൾച്ച, അങ്ങനെ ആലോചിക്കാം. പിന്നെ നമ്മളിപ്പം അരി അടുപ്പിലിടുമ്പോഴത്തേക്കും അരി എടുത്ത് മണ്ണിലിടുന്ന സമയത്ത് അത് കിളിച്ചാണ് ഒരു ചെടിയോ വൃക്ഷമോ ഉണ്ടാകുന്നത്. അതേപോലെ നമുക്ക് ആലോചിക്കാം, കൊത്താരി കമ്മീഷൻ കൊണ്ടുവന്ന ഈ സമയത്ത് കൊത്താരി, അപ്പം കൊത്താരി കമ്മീഷൻ കൊണ്ടുവന്നത്. അരിയും ഗോതമ്പൊക്കെ നമുക്കിപ്പോൾ ആലോചിക്കാം. കാരണം എന്താണ്, ഗോതമ്പാണ് ഞാൻ വീറ്റ് റെവല്യൂഷൻ്റെ കാര്യം പറഞ്ഞത്. ഇതാണ് കൊത്താരി കമ്മീഷൻ. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു, ഡിക്ലൈനാണ്. 5.6% ഇൻക്രീസസ് ആഗ്രഹിച്ചെടുത്ത് വെറും 2.4% മാത്രമാണ് ഇൻക്രീസ് ആയത്. കാരണം അത്രയും ഡിക്ലൈൻ സംഭവിച്ചു. എന്തുകൊണ്ടാണ്, ഇന്ത്യ പാകിസ്ഥാൻ വാറും ഇന്ത്യ ചൈന വാറും വന്നുകൊണ്ടാണ്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൗട്ട് വന്നു. അതേസമയം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് വന്നത് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിരുന്നു. NCERT ബുക്കിൻ്റെ കാര്യം പറയാം. പിന്നെ ഭക്ഷ്യ വസ്തുക്കളുടെ ഇൻക്രീസിന് പ്രതീക്ഷിച്ചു, ഫിനാൻസ് കൂട്ടാൻ ശ്രമിച്ചു. പിന്നെ ബൊക്കാരോ ഇരുമ്പുറക്കുശാല, ഇതെല്ലാം വന്നത് ഈ ഒരു പീരീഡിലാണ്. തൽക്കാലത്തേക്ക് ഈ 3 5 ഇയർ പ്ലാൻ കൊണ്ട് ഈ സെഷൻ നിർത്താം. സോ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് 1 മൈബോസ് സിനിമയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് 1 ഗൺ അങ്ങനെ ആലോചിക്കുക. കാരണം ആ ഗൺ എന്ന കാര്യത്തിൽ അച്ഛൻ ഭയങ്കര ഫാമിംഗ് ആയിരുന്നു, മോനാണെങ്കിൽ പുറത്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അച്ഛൻ മോനെ വെടിവെച്ച് കൊന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. ഒൺലി ഫോർ സ്റ്റഡീസ് അങ്ങനെ അല്ല, വേറെ ഒന്നും ചിന്തിക്കരുത്. രണ്ടാമത്തെ 2 for ഷൂസ് ആണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്തത്. ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയാണ്. 3 എന്ന് പറയുന്നത് 3 for tree, മരത്തിൻ്റെ കാര്യങ്ങൾ. ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ക്രൈസിസ് വന്നത് ഈ ഒരു പീരീഡിലാണ്. ഓക്കെ, 5.6 പ്രതീക്ഷിച്ചെടുത്ത് 2.4 അത്രയും ഡിക്ലൈനാണ് ഉണ്ടായത്. സോ ജസ്റ്റ് ടെക്സ്റ്റ് കൂടി വായിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി പോയിൻറ്റ്സ് കിട്ടും. ജസ്റ്റ് ട്രിക്കായിട്ട് ഇത്രയും മെയിൻ കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഇപ്പം തന്നെ നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്തിലാണ്, ഫാമിങ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവർ അതിനകത്ത് പറയും ഫാമിങ്, ഇലക്ട്രിസിറ്റി, വാട്ടറിൽ ഫോക്കസ് ചെയ്തു, പാവപ്പെട്ട ഫാമേഴ്സിന് ലാൻഡ് കൊടുത്തു, കൂടുതൽ ക്രോപ്പ് ഈൽഡ് ചെയ്തു, അങ്ങനത്തെ ഫാമിംഗ് റിലേറ്റഡ് കുറേ കാര്യങ്ങൾ പറയാം. അപ്പം ഈ ഒരു സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫസ്റ്റ് ഇയർ പ്ലാനിൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്, ഓരോ പ്ലാനിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത കാര്യങ്ങളിലാണ് ഈ ഒരു സെഷൻസിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.